ഫാദർ പോൾ തലക്കാട്, ഇതിപ്പോ കത്തോലിക്ക സഭ എന്നല്ല ഇന്ത്യയിലെ ക്രിസ്ത്യൻ മൈനോറിറ്റി ആകമാനം അവരുടെ അതിജീവനം എന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഉയർത്തിക്കൊണ്ട് ഒരു പൊസിഷൻ സ്വീകരിക്കുകയും അതിനുവേണ്ടി കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടുന്ന ഒരു നിർണായക സന്ദർഭമായി മാറിയിട്ടുണ്ട് എന്ന് കാണുന്നില്ലേ താങ്കൾ? തീർച്ചയായിട്ടും താങ്കൾ പറയുന്നത് ശരിയാണ്. സംഘടിതമായി ക്രൈസ്തവർ മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കും അവശ്യ വിഭാഗങ്ങൾക്കും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങളെയും അവശ്യ വിഭാഗങ്ങളെയുമാണ് ലക്ഷ്യമാക്കുന്നത്. 3 പെൺകുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ ഛത്തീസ്ഗഡ് കണ്ടപ്പോൾ ആ പ്രശ്നം അവിടുത്തെ TTA ചെയ്ത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം ഒരു നടപടി എടുക്കുകയില്ല. സർക്കാരിന്റെ ഉദ്യോഗസ്ഥരുടെ വിധത്തിൽ അദ്ദേഹം സംഘപരിവാറിന്റെ പോഷക സംഘടന വിളിച്ചറിയിക്കുകയാണ് ചെയ്തത്. ഇത് എല്ലാ സ്ഥലത്തും സാധാരണമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു വൈദികനോ ഒരു കന്യാസ്ത്രീയോ വേഷമിട്ട് പുറത്തിറങ്ങിയാൽ അവരെ പീഡിപ്പിക്കുകയും അവരെ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. 3 കുട്ടികൾ യാത്ര ചെയ്യാനായിട്ട് അവരെല്ലാ കടലാസുകളുണ്ടായിരുന്നതാണ്. അതുപോലും സമ്മതിക്കാതെ അവരെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒറ്റ സംഭവമല്ല, നിരന്തരമായി സംഭവിക്കുന്നതാണ്. ഇത് BJPയുടെ അധികാരത്തിലുള്ളവരുടെ പോലീസിന്റെ ഒക്കെ അറിവോടും സമ്മതത്തോടും ഒത്താശയോടും കൂടി ഇപ്പൊ പോഷക സംഘടനകൾ ചെയ്യുന്നതാണ്. ഇങ്ങനെ നിർബാധം അവരെ അക്രമത്തിനും ന്യൂനപക്ഷങ്ങൾക്ക് എതിരായ അക്രമത്തിന് അനുവദിച്ചു വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു മൗലികവാദ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ നോക്കുക, ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നത് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നതാണ്. ഇത് അംഗീകരിക്കാത്ത ഒരു സർക്കാരിന്റെ ഒരു പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയാണ് നമ്മൾ കാണുന്നത്. ജന്മത്തിലാണ് മനുഷ്യന്റെ മഹത്വം കാണുന്നത്, കർമ്മത്തിലല്ല. ഈ വ്യത്യാസം ഗൗരവമായി നമ്മൾ കാണേണ്ടതാണ്. ഇത് ആ പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസമാണ്, മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസമാണ്. ഇതാണ് നോർത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും പീഡനത്തിന് വിധേയമാകുന്ന അന്തരീക്ഷം ഉണ്ടാക്കുന്നത്. ആ അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ഈ സംഘപരിവാർ തന്നെയാണ്. സംഘപരിവാറിന്റെ സംഘടനകളെ എല്ലാ അക്രമത്തിനും ഉന്നതമായ പോലീസും ഭരണാധികാരികളും ഒത്താശ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രതിസന്ധിയും രൂക്ഷമായി മാറുന്നതിന്റെ അടിസ്ഥാനം. ഈ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളും അവശ്യ വിഭാഗങ്ങൾ ഒന്നിച്ചു നിന്ന് പോരാടണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.